ഓൺലൈനായിട്ടാണേലും നന്നായിട്ട് നമുക്കെല്ലാം മനസ്സിലാവും. ക്ലാസ്സുകളാണേലും പിന്നെ എക്സാംസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവിടെ വീക്കിലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, പിന്നെ കേരള ബാങ്കിൻ്റെ ആണേലും മറ്റേ ഈ എസ് എ മോഡൽ ടൈപ്പ് ആണല്ലോ വന്നതൊക്കെ, പഴയ ടൈപ്പല്ല. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുമായിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ആൾക്കാർ കാണും. നമുക്ക് പറ്റില്ല എന്ന് പറയുന്നവർ കാണും. നമ്മളെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് നമുക്ക് ഇൻസൾട്ടഡ് ആവും, കിട്ടാതെ പ്രതീക്ഷകൾ കൈവിട്ട സമയങ്ങളുണ്ടാവും. പക്ഷേ അതെല്ലാത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാതിരിക്കും. സക്സസ് ഹാസ് എ ഫോർമുല. അപ്ലൈ ഇറ്റ്, ഇറ്റ് റിപ്പീറ്റ്സ്. സഹകരണ മേഖലയിൽ സഹകാരിക്കൊപ്പം നടന്ന് വിജയിച്ചവരെ തേടിയുള്ള യാത്ര. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ സമര പോരാട്ടങ്ങളുടെ ഈ നാട്ടിൽ സമരസപ്പെടാത്തൊരു വീട്ടമ്മയെ തേടിയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് തങ്കമാണ്. കേരള ബാങ്ക് പരീക്ഷയിൽ 71ാം റാങ്ക്, KRFED പരീക്ഷയിൽ ഉന്നത വിജയം, CSEB പരീക്ഷകളിൽ അങ്ങനെ 4 വർഷത്തെ കഠിന പ്രയത്നം മൂലം ഈ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയ നമ്മുടെ തനി തങ്കം, സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത് 4 വർഷമായെന്നാണ് പറയുന്നത്. 4 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലാവധിയല്ല അല്ലേ? അപ്പം ഇത്രയും നാൾ ഇത് ഹോൾഡ് ചെയ്ത് ഈ വിജയത്തിലേക്ക് എത്തുമ്പം ആ വിന്നിങ് മൂമെൻ്റ് എന്ന് പറയുന്നത് വലിയൊരു പ്രതീക്ഷയാണ്. നമ്മൾ വലിയൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. നമ്മളെ ഒത്തിരി കൊതിച്ചിട്ടുണ്ടാവും, നമ്മൾ ഒത്തിരി ഇൻസൾട്ടുകളും പ്രശ്നങ്ങളും താണ്ടിയാവും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ വിന്നിങ് മൂമെൻ്റ് എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ച് ഞാൻ 2021 HDCക്ക് ചേർന്നത്. BSCയും MSCയും മാത്സ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പം ഒരു ജോലി വേണമെന്നുള്ളത് നമുക്ക് അത്യാവശ്യമായിരുന്നു ആ സമയത്ത്. അപ്പം എന്താണ് അടുത്ത ഫ്യൂച്ചർ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ HDC കോഴ്സിനെ പറ്റി ചേർന്നത്. അതൊരു കോവിഡ് ടൈമിലായിരുന്നു. അപ്പോൾ ഓൺലൈൻ ബാച്ചായിട്ടായിരുന്നു ചേർന്നതൊക്കെ. അപ്പം 2021 എൻ്റെ മാരേജും കഴിഞ്ഞു. അപ്പം നമുക്ക് അത് HDC കഴിഞ്ഞേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിച്ച് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പം കുറേ ഇതിൻ്റെ എക്സാംസ് ഒക്കെ അപ്പോൾ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം ഈ 1ഉം 2ഉം മാർക്കിനൊക്കെ കട്ട് ഓഫ് മാറി കിട്ടാതായി. ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേ 2-3 വേറെ കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സഹകാരിയിലോട്ട് വരുന്നത്. അതെ അതെ, സഹകാരിയിലേക്ക് വരാനുള്ളൊരു ലീഡിങ് പോയിന്റ് എന്തായിരുന്നു? ഞാൻ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സസ് ഒക്കെ കാണുന്ന ആളായിരുന്നു. അപ്പം ഞാൻ അക്കൗണ്ടൻസി ഒക്കെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ തപ്പി വന്നപ്പോഴാണ് സഹകാരിയുടെ ക്ലാസ്സസ് യൂട്യൂബിൽ കണ്ടത്. അപ്പം എനിക്ക് ആ ക്ലാസ് ഭയങ്കര നല്ല സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. വളരെ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടെങ്കിലും വളരെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ഒരു യൂട്യൂബ് ക്ലാസ് കണ്ട് ഇതിലോട്ട് വന്ന് പിന്നീട് അതൊരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിട്ട് മാറി. അപ്പം ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഈ സഹകാരി റൈസ് പ്ലസിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, ഒരു സാറായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ ഒരു സംഭവമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെൻറ്റർ ആയിരിക്കും. അപ്പം നമ്മുടെ ഒരു ജീവിതം മാറ്റിമറിച്ചൊരു മൊമെന്റ്, ഒരു സഹകാരി മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് മെന്റർഷിപ്പ് വളരെ എഫക്റ്റീവ് ആയിരുന്നു. ദീപ്തി മിസ് ആയിരുന്നു. അപ്പം മിസ് എപ്പോൾ ചോദിച്ചാലും എല്ലാത്തിനും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ലോണം ഹെൽപ്പ് ചെയ്യും. പിന്നെ സഹകാരിയുടെ റാങ്ക് ഫയലുകൾ, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പം ഞാൻ അതിനോട് ചേർത്തൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഈ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഓൺലൈൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് അല്ല, ഓഫ്ലൈൻ കോഴ്സാണ് കുറച്ചുകൂടെ നേരിട്ടുള്ള ഒരു ശ്രദ്ധ കിട്ടുന്നത് കൊണ്ട്. പക്ഷെ നിങ്ങൾ അതിനൊക്കെ ഒരു വിരുദ്ധമായിട്ടുള്ളൊരു റിസൾട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും നമുക്ക് എങ്ങനെ ചെയ്താലും നമ്മളതിൻ്റെ ഒരു എഫേർട്ടും ആ ഒരു ഡെഡിക്കേഷനും നമ്മൾ പൂർണ്ണമായിട്ട് അതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ. ഓൺലൈൻ ആണെങ്കിൽ പോലും അതാണ് നമുക്ക് കുട്ടികളോടും പറയാനുള്ളത്. ഓൺലൈൻ ആണെങ്കിൽ പോലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ, സ്വാഭാവികമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഓൺലൈൻ ഓഫ്ലൈൻ എന്നില്ല, നമ്മൾ ഇടുന്ന എഫേർട്ടാണ് വലുത്. അത് തന്നെയാണ് തങ്കം പറയുന്നത്. ഓൺലൈനായിട്ടാണേലും നന്നായിട്ട് നമുക്കെല്ലാം മനസ്സിലാവും. ക്ലാസ്സുകളാണേലും പിന്നെ എക്സാംസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവിടെ വീക്കിലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, പിന്നെ കേരള ബാങ്കിൻ്റെ ആണേലും മറ്റേ ഈ എസ് എ മോഡൽ ടൈപ്പ് ആണല്ലോ വന്നതൊക്കെ, പഴയ ടൈപ്പല്ല. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുമായിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു, മോഡൽ എക്സാംസ്. അപ്പം ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഈ നമ്മുടേതായ ഒരു വെപ്പൺ ഉണ്ടാവുമല്ലോ നമുക്ക്. ഒരു ചിലർക്ക് പുലർച്ചെ എണ്ണീച്ച് പഠിക്കുന്നതായിരിക്കും, ചിലർക്ക് ചുറ്റും എഴുതി വെച്ച് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ഈ
വെപ്പൺ ഉപയോഗിച്ചാണ് ഞാനിത് ക്രാക്ക് ചെയ്തത് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ അതെന്ത് ആയിരിക്കും ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി? എനിക്ക് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ കേട്ട കാര്യങ്ങളെല്ലാം ഒരു സമ്മറൈസ് ചെയ്ത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു പോയിന്റ്സ് പോലെ ആക്കും. അപ്പം അത് എഴുതി വെക്കും. പോയിന്റ്സ് പോലെ ആക്കി ഞാൻ അത് എഴുതി വെക്കും. എനിക്ക് അതിൻ്റെതായ ഒരു PDF നോട്ടല്ല, ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനൊരു നോട്ട്ബുക്കിൻ്റെ അകത്ത് എഴുതി വെക്കും. ആ നോട്ട്ബുക്ക് നമ്മൾ ഡെയിലി അതിപ്പോൾ അടുത്ത ക്ലാസ് കാണുമ്പം അതൊന്ന് ജസ്റ്റ് വായിച്ചിട്ടായിരിക്കും അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ അതെ. അപ്പം അത് എപ്പോഴും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും മറന്നു പോകും. കുറേ വാസ്റ്റ് അല്ലേ. അപ്പം അത് ഡെയിലി എടുത്ത് അതിങ്ങനെ വായിച്ച് നോക്കുമ്പോൾ ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. റാങ്ക് ഫയലിൽ നിന്നാണേലും PDF ക്ലാസ് കേട്ടതിൽ നിന്ന് പ്രത്യേകിച്ച് അക്കൗണ്ടൻസി, ബാങ്കിങ്, അതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ സമ്മറൈസ് ചെയ്ത് ടേബിൾ പോലെ ആക്കും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട്. അതെല്ലാവരും പറയുന്ന ഒരു കാര്യം കൂടെയാണ്. സാധാരണ നോട്ട് കിട്ടുന്നതിന്റെ കൂടെ അവരായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഓർത്തിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഈ വിജയത്തിൽ ഒരാൾക്ക് നന്ദി പറയണം, അല്ലെങ്കിൽ ഒരു ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് എൻ്റെ ഈ ഒരു വലിയ വിജയത്തിന്റെ കാരണം എന്ന് പറയുന്നത്, അത് ജീവിതത്തിൽ നിന്ന് അത് ആർക്കായിരിക്കും നമ്മൾ ആ നന്ദി പറയുന്നത്? ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് ഹസ്ബൻഡിന് തന്നെയാണ്. പിന്നെ സഹകാരിയിലെ സാറുമാർ. ഹസ്ബൻഡാണേലും കല്യാണം കഴിഞ്ഞാലും വളരെ സപ്പോർട്ടീവായിരുന്നു, പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ മുന്നിട്ട് ഹെൽപ്പ് ചെയ്തതെല്ലാം. ഓരോ പുരുഷന്റെയും വിജയത്തിന്റെ മുന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയും. ഇവിടെ ഒരു സ്ത്രീയുടെ വിജയത്തിന്റെ മുന്നിൽ ഒരു പുരുഷനാണ്, സ്വന്തം ഭർത്താവിനാണ് ഈ ക്രെഡിറ്റ് മുഴുവൻ തങ്കം കൊടുക്കുന്നത്. അതെ. ഞാൻ ആക്ച്വലി കുറച്ച് ലേസി ഉള്ള ഒരാളായിരുന്നു. അപ്പം ഞാനിങ്ങനെ മടിച്ചിരുന്നാലും പ്രചോദനം മൊത്തം മോട്ടിവേഷൻ തരുന്നതും ഒക്കെ ഹസ്ബൻഡായിരുന്നു. അപ്പോൾ പുള്ളി IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു ജോലി ഇതിൽ ഗവൺമെന്റിൽ വേണം എന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു വിന്നിങ് നോട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിക്കുന്ന കുട്ടികൾ, എക്സാം എഴുതുന്നവർ ഒരുപാട് പേര് ഈ വീഡിയോ കാണും. അപ്പം അവരോട് എന്താണ് പറയാം? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ആൾക്കാർ കാണും, നമുക്ക് പറ്റില്ല എന്ന് പറയുന്നവർ കാണും, നമ്മളെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് നമുക്ക് ഇൻസൾട്ടഡ് ആവും, കിട്ടാതെ പ്രതീക്ഷകൾ കൈവിട്ട സമയങ്ങളുണ്ടാവും. പക്ഷേ അതെല്ലാത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക, മുന്നോട്ട് പോവുക. ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമുക്ക് ആ ഒരു വിന്നുണ്ടാവും എന്നാണ് എൻ്റെ അനുഭവം. ഞാൻ ഒരുപാട് വട്ടം അങ്ങനെ എൻ്റെ അനുഭവം അങ്ങനെയാണ്. അതാണ് തങ്കത്തിൻ്റെ ഈ സക്സസ് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു ആശയവും. 3 വർഷമാകാം, 4 വർഷമാകാം, പക്ഷെ നമ്മൾ വിട്ടിട്ട് പോകരുത്. ആ വിജയം അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ പതുങ്ങിയിരിക്കുന്നുണ്ടാവും. അത് നേടിയെടുക്കുന്നത് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കാം, വിജയിക്കാം സഹകാരിക്കൊപ്പം.